ഉണ്ണികൃഷ്ണന്റെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് നാട്ടുകാർ രംഗത്തിറങ്ങി. പ്രത്യേകിച്ച് പോപ്പ് ഫ്രാൻസിസിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ നടത്തിയ ചില ഇടപെടലുകൾ ചിലരുടെ എതിർപ്പിന് കാരണമായി. മാത്രമല്ല, നിർണായകമായ ഒരു ചോദ്യം ചിലർ ചോദിച്ചു, ഈ ഭൂമി വഖഫിന്റേതാണോ അല്ലയോ എന്ന് താങ്കൾ ഉത്തരം പറയണം എന്നായിരുന്നു ചോദ്യം. അപ്പോഴും ഉണ്ണികൃഷ്ണൻ ഉരുണ്ട് കളിച്ചു. അത് കോടതി തീരുമാനിക്കട്ടെ എന്നായി. അതായത് വഖഫ് ഭൂമി അല്ല, നാട്ടുകാരുടേതാണ് എന്ന് പറയാനുള്ള ധൈര്യം പോലും ഉണ്ണികൃഷ്ണൻ ചോർന്നുപോയി. അപ്പോഴേക്കും അന്തരീക്ഷം വഷളായി. ആളുകൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചു. ഉണ്ണികൃഷ്ണൻ, നിങ്ങളുടെ അച്ഛൻ വിളിച്ചിട്ട് ഞാൻ എത്തിയതാണ്, എന്നോട് മര്യാദ കാട്ടണം എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലേക്ക് മാറി. ഈ ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് സാറിന്റെ നിലപാടെന്താണ്? എനിക്കറിയില്ല, കോടതിയിൽ ഇരിക്കുന്ന കാര്യങ്ങൾ അവർ പ്രസംഗിച്ച കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശം കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനായിട്ട് ഞങ്ങളുടെ MLA-നോട് ചോദിക്കാനുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ട്. ഈ ദിവസം ഈ വിരൽത്തുമ്പിൽ മാത്രമല്ല ഞങ്ങൾക്ക് അധികാരമുള്ളത്, അല്ലാത്ത ദിവസം ഞങ്ങൾ ജയിപ്പിച്ച് വിട്ടതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികാരമുണ്ട് ചോദിക്കാൻ വേണ്ടി. ഞങ്ങളുടെ ചോദ്യങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഉണ്ട്, എന്നാൽ സാറ് തന്നെ ഞങ്ങൾക്ക് ചോദിക്കാമല്ലോ. ഞങ്ങൾ ജയിപ്പിച്ച് വിട്ട വ്യക്തിയാണല്ലോ, അതുകൊണ്ട് മാത്രം ചോദിച്ചെന്നു. പോപ്പിനെ പറ്റി അങ്ങനെ പറയാമോ സാറിന്? അത് ഒട്ടും യോഗ്യതയില്ല. പോപ്പിനെ പറ്റി പറയാണ്ട് അങ്ങനെ യോഗ്യതയില്ല സാറിന്. നമ്മളിപ്പോ ഞാൻ തർക്കിക്കാൻ അത്രയും വലിയതായിട്ടില്ല സാർ. അല്ല, ഞങ്ങളുടെ ചോദ്യങ്ങൾ കേൾക്കാൻ വേണ്ടി മനസ്സ് കാണിക്കണം. അച്ഛനായിട്ട് വന്നു തർക്കത്തിലൊന്നുമില്ല. സന്തോഷം, മാപ്പ് വരണം. സാറ് ഒരു കാര്യത്തിന് ഇഷ്ടപ്പെടില്ല. ഇതൊക്കെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് സംസാരിക്കരുത്. ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞതെന്ന കാലം. ഇപ്പൊ ഈ 127 ദിവസം കാത്തിരിക്കണമെന്നില്ലേ സാറിന് ഇവിടെ വരാൻ വേണ്ടി? ഞാൻ ഇതിനു വേണ്ടി വന്നതല്ലല്ലോ, അച്ഛനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ വന്നതല്ലേ, ഇതിനു വേണ്ടി തന്നെ വന്നതല്ലേ.